എവിടെ പോണം? അല്ല പുറത്തു നിൽക്കാൻ. അങ്ങനെ പോരുത്, നമുക്ക് പാറ്റയുടെ പേടി മാറ്റണ്ടേ? അളിയന്റെ കൈ കൊണ്ട് തന്നെ നമ്മള് പാറ്റ തല്ലിക്കൊല്ലും. പാറ്റെന്ന് പറയുമ്പോ ഒരു ആവേശം കണ്ടില്ലേ? എട്ടിവിടെ എക്യുപ്മെന്റ്സ് എന്ന് പൊള്ളിക്കല്ലേ ചേച്ചി? പിടിച്ചോ, കൊല്ലണ്ടളിയാ, കൊല്ലണം. ചേച്ചി, ചേച്ചിയുടെ ഭർത്താവ് 2 മതിലും ചാടി അങ്ങ് പോയിട്ടുണ്ട്. പോയാ? ആ, അപ്പുറത്ത് ആനയാണ്. തപ്പിട്ട് മാറിക്കേ. അളിയാ, അളിയാ, ഓപ്പറേഷൻ പാറ്റ. അതിനൊരു സുഖമില്ല. ഓപ്പറേഷൻ കോക്രോച്ച്. എന്തായാലും പാറ്റനെ കൊല്ലണ പരിപാടിയല്ലേ തന്നെ. എന്നാ ബാ. ചേച്ചി, പാറ്റയുടെ മണ്ടക്കടിച്ചു കൊല്ലണോ അതോ നടുവിനടിച്ചു കൊല്ലണോ? അതെ, ഒച്ച കുറച്ച് സംസാരിക്കണം കേട്ടോ. പാറ്റ പതുങ്ങാൻ ചാൻസ് ഉണ്ട്. പാറ്റക്കാരൻ ചെവിയുണ്ട്. ஐயோ அதனால தானே நம்ம பேசுற சத்தம் எல்லாம் கேட்கும்போது வேற எங்கேயாவது போறது. എന്റെ പൊന്നെ, പാറ്റയ്ക്ക് ചെവിയൊന്നും കേട്ടൂടാ. അതിന്റെ കാലിൽ ചെറിയ ചെറിയ കുറച്ച് രോമങ്ങളുണ്ട്. അതുവഴിയാണ് പാറ്റ ഈ സൗണ്ട് ഒക്കെ സെൻസ് ചെയ്യണത്. ஐயே அதுக்கு செவி இல்லையா? ഇല്ല. ஐயோ பாவല്ല. പാറ്റ മാത്രമല്ല, അങ്ങനത്തെ കുറെ ജീവികളുണ്ട് ചെവിയില്ലാത്തത്. അപ്പൊ പാമ്പിനാ? എടി, ഈ പാമ്പെന്ന് പറയുമ്പോ അതെ അതെ അളിയ, ആവശ്യമില്ലാത്ത കാര്യം എന്തിനാടാ ഇപ്പൊ സംസാരിക്കുന്നത്? പോയി പാറ്റ തപ്പടാ. ഓ, പറയാൻ മാത്രം കൊള്ളാം. മിണ്ടാതെ ഉരിയാടാതെ. ഇതെന്തരിത്? ജപിച്ച ചരട് കൊണ്ട് ഈ പാറ്റയുടെ അരയെ കെട്ടി കൊടുക്കാൻ പോണോ? മിണ്ടാതെ ഉരിയാടാതെ പോയി. എടാ അതല്ല, നമ്മൾ മിണ്ടാതെ അകത്ത് കയറി ഓരോ സാധനങ്ങളും അനക്കി നോക്കണം. അപ്പം അകത്തുണ്ടെങ്കിൽ ഇവൻ പുറത്തിയാടും. അപ്പം നമുക്ക് അടിച്ചു കൊല്ലാം. നീ എന്തോ ആലോചിക്കുന്നേ? പാറ്റയെ തപ്പാദ്യം. അളയും കയറണില്ലേ? ഞാൻ പുറത്ത് നിൽക്കാം. പാറ്റ പുറത്തു വരുമ്പോ കൊല്ലാൻ. പാറ്റേ, സത്യം പറ, പാറ്റ വരുമ്പോ ഓടാനില്ലേ? ശരി. എന്നടാ പാറിന്റെ ബാഗ് തുറന്ന്? അതൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിലെങ്ങാണ്ട് തുറന്നെയാണ് അവസാനമായിട്ട്. അതിനകത്ത് അല്ല പാമ്പോ പഴുതാരോ എല്ലാം കാണും. എന്തുവാടാ ഇത്? ഭയന്നിട്ട് ഉസിരെ പോച്ച്. എന്നാ പിന്നെ നമുക്ക് മിഷൻ കോക്രോച്ച് കണ്ടിന്യൂ ചെയ്താലും. ഞാൻ കയറാതെ. ഞാനും വരാം. ലച്ചു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, സിദ്ധു പുറത്തുണ്ട്. ഓ ഓടാ, പോണം. അളിയാങ്ങോ, പാറ്റയാളി ഇവിടെ വല്ലതും വെച്ച് കണ്ടായിരുന്നോ? എന്തുപറ്റി? അല്ല, കണ്ടായിരുന്നു ചോദിച്ചതാ. പാറ്റ കാണും, എന്താണല്ലോ ഇവിടെ കാണും. കാണും. ശരി, കാണും കാണും. ഇത്രയും ഉറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് എടാ, കണ്ടടിച്ചു കൊന്നേക്ക്. കണ്ട ഉറപ്പായിട്ട് ഞാൻ അടിച്ചു കൊല്ലാം. പാറ്റ ഇല്ല 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 ഇല്ല, നോക്കട്ടെ. സത്യം പറയാലോ അളിയ, ഈ റൂമിൽ 24 മണിക്കൂർ ഇരിക്കുന്നതാണ് ഞാൻ. എന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, ഇതുവരെ ഞാൻ അതിനകത്ത് പാറ്റയെ കണ്ടിട്ടില്ല. പാറ്റില്ല? എന്റെ പൊന്നളിയ, സത്യമായിട്ട് എന്താ പാറ്റയില്ല. അമ്മൂമ്മ ഇറങ്ങി ഇങ്ങോട്ട്, ചേച്ചി ഇറങ്ങി ഇങ്ങോട്ട്, അളയം വന്നേ ഇങ്ങോട്ട്. അല്ലല്ല, അളയം വാ, അളയം ഇങ്ങോട്ടെ. പിന്നെ പാറ്റ ഉണ്ടെങ്കിൽ ഇപ്പൊ നോക്കിയോ, പാറ്റ ഉണ്ടെങ്കിൽ ഞാൻ തല മുട്ടയടിച്ച് പുള്ളിയും കുത്തി കഴുതാടെ പുറത്ത് ഞാൻ നടക്കും. പക്ഷെ ഒരു പാറ്റെങ്കിലും കാണണ്ടാ. അങ്ങനെ കാറ്റ് കാണാൻ സാധ്യത ഉണ്ടെങ്കിൽ അമ്മൂമ്മ എവിടെ ആയിരിക്കും? മൂലക്കായിരിക്കും. അതെ അതെ, മൂലക്കായിരിക്കും. അല്ലെങ്കിൽ അത്യാവശ്യത്തിന് അപ്പി ഒരു പാറ്റ പോലും കാണത്തില്ല. അത്യാവശ്യത്തിനാ പിന്നെ കൊല്ലാൻ വിളിക്കണേണല്ലോ അത്യാവശ്യം. ഇതാ നോക്ക്, ഇവിടെ പാറ്റ ഉണ്ടാ, പാറ്റ ഉണ്ടാ, നോക്ക് അവിടെ പാറ്റ ഉണ്ടാ, പാറ്റ ഉണ്ടാ, പാറ്റ ഉണ്ടാ, നോക്ക്. പാറ്റ എങ്ങോട്ടാ പോയി? പാറ്റ എവിടെ? പാറ്റ എന്തടി? അളിയന്റെ ഇവിടെ കയറി പോയാ? അയ്യോ, അളിയാ പാറ്റ, അളിയാ 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 ചൂലവിടെ, ചൂലവിടെ, അളിയാ പാറ്റ, അളിയാ അളിയാ പാറ്റ, അളിയാ ഡോറ്, അളിയാ പാറ്റ, പാറ്റ, പാറ്റ.
അളിയാ അളിയായി സേഫ് ആയിരിക്കും. ഓ. അതിനെ ഞാൻ കൊന്നുതരും. കൊല്ലടാ, തീർക്കണവനെ. പാറ്റ പറന്നുപോയി. ചേച്ചി നമ്മളേ പറഞ്ഞു വരുമ്പോഴേ അമ്മൂമ്മ നമ്മൾ ഈ പാറ്റാന്ന് പറയുമ്പോഴേ പാറ്റ ചത്തില്ലേ, ചത്ത് ചത്ത് പാറ്റ ചത്ത്. കെട്ടിയോണ്ട് കൊന്നാ എന്തിനാണ് ആളെ എന്നെ അടിക്കുന്നേ? പാറ്റ അളിയാ അയാളെ തൊണ്ട പാറ്റ വേണം. പയ്യെ. അളിയാ എന്താടാ? വേദന ഉണ്ടോ? നല്ല സുഖമുണ്ട്. അയ്യോ. சித்து நம்ம எது ஆனாலும் விட்டு கொடுக்கவே கூடாது. எல்லாத்தையும் துரத்தணும். ആന്റി കുടിക്കാൻ തരം തരാമോ? ஓ டீ காஃபி ஜூஸ் கூல் ட்ரிங்க்ஸ் என்ன வேணும் சொல்லி கொண்டு தரேன். എന്റെ പൊന്ന ആന്റി, കുടിക്കാൻ കുറച്ച് പച്ചവെള്ളം മതി. ஓ கொண்டு தரேனே. അതെ, നിങ്ങൾ പാറ്റത്തോരത്തുള്ള ഏർപ്പടി, ഞാൻ പുറത്തു പോയിട്ടെ കഴിക്കാൻ തരും മേടിച്ചോണ്ട് പോവാൻ. അതെ അതെ, ഈ പാറ്റേനെ കൊല്ലാൻ നിന്റെയും കൂടെ ആവശ്യമാണ്. അതിന് ലച്ചു ഞാൻ എന്തിനാ ഇവിടെ? ഈ പാറ്റകൾക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്റെ തുളത്ത് കയറും. എന്തിനാണോ എന്തോ. അളിയാ അതിന് ഒരു സയന്റിഫിക് വശമുണ്ട്. അതായത് ഇപ്പം നമുക്കൊരു സാധനത്തിനെ ഭയങ്കര പേടിയാണെന്നിരിക്കട്ടെ, ആ പേടിയുള്ള സാധനത്തിനെ നമ്മൾ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ല? ഇപ്പൊ ഉദാഹരണത്തിന് അളിയന് പട്ടിയെ പേടിയാണെന്നിരിക്കട്ടെ, അളിയൻ പട്ടിയുടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോ ഭയങ്കരമായിട്ട് പേടിക്കൂലേ? അങ്ങനെ പേടിക്കുമ്പോ അളിയന്റെ മനസ്സിന്റെ ഉള്ളിൽ അഥവാ ബോഡിക്കുള്ളിൽ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാവും, ഹോർമോൺ ചേഞ്ച് ആണ്. അപ്പോ അളിയൻ ഒരു ടൈപ്പ് മണം പുറപ്പെടുവിക്കും. ആ മണം മണത്തിട്ട് പട്ടി എന്റെ പൊന്നളി നിർത്തക്കേ. നിന്റെ ഈ സയൻസ് കേൾക്കുമ്പോഴാ ബാക്കിയുള്ളവർക്ക് പേടിയാവുന്നത്. ആ പിന്നല്ലാതെ ഞാൻ പട്ടിയുടെ കടിയും കൊണ്ടോണ്ടിരിക്കും. ആ പട്ടി ഒന്നും വേണ്ട. நான் தண்ணி எடுக்கிறதுக்கு கிளாஸ் கழுவிட்டு இருந்தேன். அப்போ கிச்சனுக்குள்ள நான் ஒரு கரப்பாம்பூச்சியை பார்த்தேன். அது அங்க ஒரு கபோர்டு இருக்குல்ல, அதுக்குள்ள போச்சுடா. എന്താ കബോർഡ്? அங்க பாத்திரம் எல்லாம் வைக்கும்ல, நம்ம எடுக்காத பாத்திரம் எல்லாம். എന്താ കീഴെ കബോർഡാ താഴത്തെ കബോർഡാ? அதேதான், அதுக்குள்ள போச்சு. ഓഹോ, പാത്രം എടുക്കാത്ത കബോർഡില്ലേ? അപ്പൊ അതായിരിക്കണം അതുങ്ങളുടെ സങ്കേതം. കറുപ്പാമ്പൂച്ചി പാറ്റ കൂടോടെ ഞാൻ നശിപ്പിക്കും. വേണ്ട അളിയാ, അളിയ അങ്ങോട്ട് വരരുത്. വന്നിട്ട് എനിക്ക് വയ്യ. ഓക്കെ, ഇവിടെ നിക്കണം. എന്തായിരുന്നേ പറയണ കേട്ടോ? നോക്കിക്കോ. ഏത് കബോർഡ്? ഈ കബോർഡോ? இந்த கபோர்டு. നോക്കട്ടെന്ന്. ഏത് കബോർഡെന്ന്? പാറ്റ എവിടെ എവിടെ കാണാനില്ലല്ലോ. ഇവിടെ ഇല്ലല്ലോ. അടുക്കളന്ന് ഞങ്ങൾ പോയി പാറ്റയുടെ കൂട്ടിലാണ് എന്ന് കയറി കൊടുത്തത്. അതിനകത്തുനിന്ന് മൊത്തം പാറ്റയും കൂടളകി പറഞ്ഞ്. ഇപ്പൊ നിങ്ങൾക്കാണ് എന്നെക്കാളും പേടി. പിന്നെ പേടിക്കാതെ ഒന്നോ രണ്ടോ പാറ്റ കണ്ട പ്രശ്നമില്ല. ഉള്ള എല്ലാ പാറ്റയും കൂടെ കൂടളകി എന്നാ പേടിക്കൂലേ? നോക്കിക്കോ, ഇന്നൊന്നെങ്കിൽ ഞാൻ അടുക്കളയ്ക്ക് തീടും, അല്ലെങ്കിൽ വേണ്ട. ലച്ചു ചേച്ചി, ചേച്ചി എന്താ? ബഡ്ജറ്റിന്റെ ആവശ്യമുണ്ട്. പൈസയുടെ ഇന്ന് നോക്കിക്കോ. ഇന്ന് ഈ കുടുംബത്തിലെ ഉള്ള എല്ലാ പാറ്റയും മരുന്നോ സൾഫ്യൂരിക് ആസിഡോ എന്തായാലും മേടിച്ച് വെച്ചിട്ട് കൊല്ലും. അയ്യോ അയ്യോ,
എന്താടാ അളിയ അളിയന് ചായ വേണ്ടേ? വേണ്ടളയാ. ഓക്കെ. പാറ്റയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്ക് സമാധാനമല്ലേ? നല്ല സമാധാനം. നല്ല സമാധാനം. ഇതൊക്കെ ആരെങ്കിലും പുറത്തറിഞ്ഞാണ്ടല്ലോ നാണക്കേടാണ്. ഇത്രയും വലിയ മനുഷ്യന് പാറ്റേനെ പേടിയാണ് പോലും. പുറത്തറിയത്തില്ലല്ലോ. അത് ഞാൻ പറയുമല്ലോ. അളിയോ ആ എന്താ കളിയാ സമാധാനമൊക്കെ ഉണ്ടാ? നല്ല സമാധാനം അളിയ. നമ്മളെ മരുന്നടിച്ചല്ലോ അതങ്ങ് ഏറ്റ്. പിന്നെ കൊറേണത്തിന് ചവിട്ടി കൊന്നപ്പോഴേ ഭയങ്കര ആശ്വാസം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് രണ്ടു മൂന്നെണ്ണം കാണും. പക്ഷെ നമ്മൾ ജാഗ്രതയിലിരിക്കണം. എന്റെ പൊന്നുപാറു ഒന്നും മിണ്ടാതിരി. എന്നാലും എന്റെ സിദ്ധുവേ ഇങ്ങനെയുണ്ട് ഒരു പാറ്റാ പേടി. ചേച്ചി പല വീരന്മാരും ഇങ്ങനെയാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ പേടികളൊക്കെ ഉണ്ടാവും. എനിക്കങ്ങനെ പാറ്റനെ വലിയ പേടിയൊന്നുമില്ല. ഒരു വെറുപ്പ്. ഇപ്പൊ പിന്നെ പാറ്റയായിട്ടൊരു മല്ലയത്തൊക്കെ കഴിഞ്ഞോണ്ടേ ആ പേടിയൊക്കെ അങ്ങ് മാറി കിട്ടി. ആണാ പാറ്റെടുത്തുള്ള പേടിയൊക്കെ മാറി? പിന്നെ എപ്പോഴോ പോയില്ലേ? ആഹാ അങ്ങനാണെങ്കിൽ കൊടളിയാകായി. ഇന്നായിരിക്കട്ടെ അളിയൻ എന്റെ വക ഒരു 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 കുതിരപ്പവൻ. കുതിരപ്പവനോ? ടാൻ ടാ ഡായ്.